എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ SMD കോമ്പോണന്റുകളുടെ 2, 3, 4 ടെർമിനൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നമുക്ക് പഠിക്കാം. പഠിക്കാനുള്ള എളുപ്പത്തിനായി വീഡിയോ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 2 ടെർമിനൽ SMD കോമ്പോണന്റ്സ്, റെസിസ്റ്റർ, കപ്പാസിറ്റർ എന്നിവ എങ്ങനെ തിരിച്ചറിയാമെന്നും അവയുടെ വാല്യൂകൾ എങ്ങനെ കണ്ടെത്താമെന്നും ഭാഗം 1-ൽ വിവരിക്കും. ബാക്കി ഭാഗം 2-ൽ ഉൾപ്പെടുത്തും. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഇനി പറയുന്നവ ചെയ്യാൻ കഴിയും. SMD കോമ്പോണന്റുകളുടെ 2, 3, 4 ടെർമിനൽ തിരിച്ചറിയുക. പ്രിന്റ് ചെയ്തിരിക്കുന്ന കോഡ് ലെറ്റേഴ്സ് ഡീകോഡ് ചെയ്ത് SMD കോമ്പോണന്റുകളുടെ വാല്യൂകൾ രേഖപ്പെടുത്തുക. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ ആവശ്യമായ ടൂളുകളും എക്യുപ്മെന്റുകളും നമുക്ക് ശേഖരിക്കാം. ട്രെയിനിയുടെ ടൂൾ കിറ്റ്, പ്രോബുകളുള്ള LCR മീറ്റർ, മാഗ്നിഫയിങ് ലെൻസ്, അസോർട്ടഡ് 2, 3 ആൻഡ് 4 ടെർമിനൽ SMD കോമ്പോണന്റ്സ് അല്ലെങ്കിൽ റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ട്രാൻസിസ്റ്ററുകൾ, ICകൾ ആവശ്യാനുസരണം. നമുക്ക് SMD കോമ്പോണന്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. SMD കോമ്പോണന്റുകൾ ത്രൂ ഹോൾ കോമ്പോണന്റുകളേക്കാൾ വളരെ ചെറുതാണ്. ഇത് സ്പേസ് പരിമിതിയുള്ള കോമ്പാക്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് അവയെ അനുയോജ്യമാക്കുന്നു. അവയുടെ ചെറിയ വലുപ്പം നിർമ്മാതാക്കളെ മെലിഞ്ഞതും കൂടുതൽ ഭാരം കുറഞ്ഞതുമായ ഉൽപ്പന്നങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. റീഫ്ലോ സോൾഡറിംഗ് അല്ലെങ്കിൽ വേവ് സോൾഡറിംഗ് പോലുള്ള പ്രത്യേക സോൾഡറിംഗ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് SMD കോമ്പോണന്റ്സ് നേരിട്ട് PCBയുടെ ഉപരിതലത്തിലേക്ക് സോൾഡർ ചെയ്യുന്നു. ഇത് PCBയിലെ ദ്വാരങ്ങളുടെ ആവശ്യകത ഇല്ലാതാക്കുന്നു, നിർമ്മാണ ചെലവ് കുറയ്ക്കുകയും അസംബ്ലി പ്രക്രിയ ലളിതമാക്കുകയും ചെയ്യുന്നു. റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഡയോഡുകൾ, ട്രാൻസിസ്റ്ററുകൾ, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടുകൾ എന്നിവ ഉൾപ്പെടെ SMD കോമ്പോണന്റുകൾ വിവിധ തരമുണ്ട്. ഉയർന്ന കോമ്പോണന്റ് ഡെൻസിറ്റി, മികച്ച ഇലക്ട്രിക്കൽ പെർഫോമൻസ്, മെച്ചപ്പെട്ട തെർമൽ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടെ ത്രൂ ഹോൾ കോമ്പോണന്റുകളേക്കാൾ SMD കോമ്പോണന്റുകൾ നിരവധി ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ടു ടെർമിനൽ SMD ഡിവൈസുകളുടെ ഐഡന്റിഫിക്കേഷൻ റെസിസ്റ്ററുകൾ, കപ്പാസിറ്ററുകൾ, ഇൻഡക്ടറുകൾ, ഡയോഡുകൾ, LEDകൾ എന്നിവയാണ് SMD ഉപകരണങ്ങളുടെ പ്രധാന 2 ടെർമിനൽ കോമ്പോണന്റുകൾ. നമുക്ക് SMD റെസിസ്റ്ററുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. നിങ്ങൾ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന SMD റെസിസ്റ്ററിന് മുകളിൽ മാഗ്നിഫയിങ് ലെൻസ് സ്ഥാപിക്കുക. SMD റെസിസ്റ്ററുകൾക്ക് സാധാരണയായി ചിപ്പിന്റെ ഇടുങ്ങിയ അറ്റത്ത് മെറ്റാലിക് ഭാഗങ്ങൾ ഉള്ള ഒരു ചതുരാകൃതിയുണ്ട്. ഇത് സോൾഡറിംഗ് അനുവദിക്കുന്നു. SMD റെസിസ്റ്ററുകൾക്ക് സാധാരണയായി 3-4 അക്കങ്ങൾ അടങ്ങുന്ന അടയാളങ്ങൾ ഉണ്ട്. 3 അക്ക SMD റെസിസ്റ്ററുകളിൽ ആദ്യത്തെ 2 അക്കങ്ങൾ റെസിസ്റ്റൻസ് വാല്യൂവിന്റെ പ്രധാന അക്കങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തെ അക്കം മൾട്ടിപ്ലയറിനെ പ്രതിനിധീകരിക്കുന്നു. ആദ്യ 2 അക്കങ്ങളായ 47 റെസിസ്റ്റൻസ് വാല്യൂവിന്റെ പ്രധാന അക്കങ്ങളെ സൂചിപ്പിക്കുന്നു. മൂന്നാമത്തെ അക്കം 3 മൾട്ടിപ്ലയറിനെ പ്രതിനിധീകരിക്കുന്നു. ഈ കേസിൽ ഇത് 1000 സൂചിപ്പിക്കുന്നു. അതിനാൽ റെസിസ്റ്റൻസ് വാല്യൂ 47 ആയിരിക്കും, അതായത് 47,000 ഓംസ് അല്ലെങ്കിൽ 47 കിലോ ഓംസ്. 3 അക്ക 222 റെസിസ്റ്ററുകളിൽ ആദ്യത്തെ 2 അക്കങ്ങൾ 22 റെസിസ്റ്റൻസ് വാല്യൂ പ്രധാന അക്കങ്ങളെ പ്രതിനിധീകരിക്കുന്നു. മൂന്നാമത്തെ അക്കം 2 മൾട്ടിപ്ലയറിനെ പ്രതിനിധീകരിക്കുന്നു. മൾട്ടിപ്ലയറിനെ 10ന്റെ പവറുകളിൽ പ്രതിനിധീകരിക്കുന്നു. ഈ സാഹചര്യത്തിൽ 2 പ്രതിനിധീകരിക്കുന്നത് 10⁻²² അല്ലെങ്കിൽ 100 ആണ്. സിഗ്നിഫിക്കന്റ് അക്കങ്ങളും മൾട്ടിപ്ലയറും സംയോജിപ്പിച്ച് റെസിസ്റ്റൻസ് വാല്യൂ 22 × 100 ആയി കണക്കാക്കാം. ഇത് 2200 ഓംസ് അല്ലെങ്കിൽ 2.2 കിലോ ഓംസ് ആണ്. 4 ഡിജിറ്റ് 4702 റെസിസ്റ്ററിൽ ആദ്യത്തെ 3 അക്കങ്ങൾ 470 ആണ്. ഇത് സിഗ്നിഫിക്കന്റ് ഡിജിറ്റുകളെ സൂചിപ്പിക്കുന്നു. നാലാമത്തെ അക്കമായ 2 മൾട്ടിപ്ലയറിനെ പ്രതിനിധീകരിക്കുന്നു. ഈ കേസിൽ ഇത് 10⁻² അല്ലെങ്കിൽ 100നെ സൂചിപ്പിക്കുന്നു.
അതിനാൽ റെസിസ്റ്റൻസ് വാല്യൂ 470 × 100 ആയിരിക്കും. അതായത് 47,000 ഓംസ് അല്ലെങ്കിൽ 47 കിലോ ഓം. SMD റെസിസ്റ്റർ നൊട്ടേഷൻ 2R2 സാധാരണ 3 അല്ലെങ്കിൽ 4 ഡിജിറ്റ് കോഡുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്പം വ്യത്യസ്തമായ കൺവെൻഷൻ പിന്തുടരുന്നു. ന്യൂമറിക് വാല്യൂ 2R2 നൊട്ടേഷൻ റെസിസ്റ്റർ വാല്യൂ 2.2 ഓംസിനെ പ്രതിനിധീകരിക്കുന്നു. RS ഡെസിമൽ പോയിന്റ് 2R2 നൊട്ടേഷനിൽ R എന്ന അക്ഷരം ഒരു ഡെസിമൽ പോയിന്റായി പ്രവർത്തിക്കുന്നു. അതിനാൽ 2R2 എന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അത് 2.2 ഓംസ് ആണ്. ഡെസിമൽ വാല്യൂ R56 നൊട്ടേഷൻ സാധാരണയായി 0.56 ഓംസ് എന്ന റെസിസ്റ്റർ മൂല്യത്തെ പ്രതിനിധീകരിക്കുന്നു. RS ഡെസിമൽ പോയിന്റ് R56 നൊട്ടേഷനിൽ R എന്ന അക്ഷരം ഒരു ഡെസിമൽ വാല്യൂവായി പ്രവർത്തിക്കുന്നു. അതിനാൽ R56 എന്നത് 0.56 ഓംസ് ആയി ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. SMD കപ്പാസിറ്ററുകൾ. SMD കപ്പാസിറ്ററുകൾക്ക് അവയുടെ രണ്ടറ്റത്തും മെറ്റലൈസ്ഡ് കണക്ഷനുകൾ ഉണ്ട്. SMD കപ്പാസിറ്ററുകൾക്ക് സാധാരണയായി വൃത്താകൃതിയിലുള്ള അരികുകളുള്ള, ചതുരാകൃതിയിലുള്ള അല്ലെങ്കിൽ സമചതുരാകൃതിയിലുള്ള ഷേപ്പ് ഉണ്ട്. SMD കപ്പാസിറ്ററുകളുടെ തരങ്ങൾ. SMD സെറാമിക് കപ്പാസിറ്ററുകൾ, SMD ടാൻറ്റലം കപ്പാസിറ്ററുകൾ, SMD ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററുകൾ. സെറാമിക് കപ്പാസിറ്ററുകൾ 10 മൈക്രോ ഫാരഡ് 25 വോൾട്ട്സ്. സെറാമിക് മൾട്ടി ലെയർ ചിപ്പ് കപ്പാസിറ്ററുകൾ 0.47 pF മുതൽ 1F വരെയുള്ള വിശാലമായ വാല്യൂ റേഞ്ചിൽ ലഭ്യമാണ്. 0805-ൽ നീളം 2 മില്ലിമീറ്ററും വീതി 1.25 മില്ലിമീറ്ററുമാണ്. 1206-ൽ നീളം 3.2 മില്ലിമീറ്ററും വീതി 1.6 മില്ലിമീറ്ററുമാണ്. SMD സെറാമിക് കപ്പാസിറ്ററുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് അവയുടെ നിറങ്ങളാണ്. അവയ്ക്ക് അടയാളങ്ങളൊന്നും ഇല്ലെങ്കിലും SMD കപ്പാസിറ്ററുകൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. ക്ലാസ് 1 സെറാമിക് കപ്പാസിറ്ററുകൾ സാധാരണയായി വെളുത്ത നിറമുള്ളതും 1 മുതൽ 10 പൈക്കോ ഫാരഡിനേക്കാൾ താഴെ വാല്യൂ ഉള്ളവയുമാണ്. ക്ലാസ് 2 സെറാമിക് കപ്പാസിറ്ററുകൾ സാധാരണയായി ഇളം തവിട്ട് നിറത്തിലാണ്. അവയുടെ വാല്യൂ റേഞ്ച് നാനോ ഫാരഡ് മുതൽ മൈക്രോ ഫാരഡ് വരെയാണ്. ഉയർന്ന കപ്പാസിറ്റൻസ് ആപ്ലിക്കേഷനുകൾക്ക് അവ അനുയോജ്യമാണ്. ക്ലാസ് 3 സെറാമിക് കപ്പാസിറ്ററുകൾ കാണിച്ചിരിക്കുന്നത് പോലെ കറുപ്പ് അല്ലെങ്കിൽ കടും തവിട്ട് നിറത്തിൽ തിരിച്ചറിയാം. ക്ലാസ് 2 സെറാമിക് കപ്പാസിറ്ററുകളെ അപേക്ഷിച്ച് ഉയർന്ന വോൾട്ടേജുകളിൽ സെറാമിക് കപ്പാസിറ്റർ ഡൈ ഇലക്ട്രിക്സിന്റെ ഈ ഗ്രൂപ്പ് കുറഞ്ഞ കപ്പാസിറ്റൻസ് നൽകുന്നു. SMD സെറാമിക് കപ്പാസിറ്ററിന്റെ നിറം അടിസ്ഥാനമാക്കി അതിന്റെ ക്ലോസ് വാല്യൂ അളക്കുന്നതിന് അനുയോജ്യമായ റേഞ്ചിൽ കപ്പാസിറ്റൻസ് മോഡിൽ LCR മീറ്റർ സജ്ജമാക്കുക. ടെർമിനലുകളുടെ രണ്ടറ്റത്തും LCR മീറ്റർ പ്രോബുകൾ സ്ഥാപിച്ച് SMD സെറാമിക് കപ്പാസിറ്ററിന്റെ വാല്യൂ അളക്കുക. ടെൻഡലം കപ്പാസിറ്ററുകൾ പോളറൈസ്ഡ് കോമ്പോണന്റുകളാണ്. അതായത് ശരിയായ പ്രവർത്തനത്തിനായി അവയ്ക്ക് ഒരു പ്രത്യേക ഓറിയന്റേഷൻ ഉണ്ട്. കപ്പാസിറ്ററിന്റെ ഒരു വശത്തുള്ള പോളറൈസ്ഡ് കോഡ് പോസിറ്റീവ് ടെർമിനലിനെയും എതിർവശം നെഗറ്റീവ് ടെർമിനലിനെയും സൂചിപ്പിക്കുന്നു. SMD ടാൻറ്റലം കപ്പാസിറ്ററുകൾ സാധാരണയായി ഒരു ആനോഡ് മെറ്റീരിയലായി ഒരു ടാൻറ്റലം മെറ്റൽ പൗഡർ, ഒരു ടാൻറ്റലം പെന്റോക്സൈഡ് ഡൈ ഇലക്ട്രിക്കൽ ലെയർ, ഒരു കണ്ടക്റ്റീവ് കാഥോഡ് ലെയർ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. അവ ഒരു മോൾഡഡ് എപ്പോക്സി അല്ലെങ്കിൽ പോളിമർ കേസിംഗിൽ പൊതിഞ്ഞിരിക്കുന്നു. ഇത് സംരക്ഷണവും ഇൻസുലേഷനും നൽകുന്നു. ഏതാനും മൈക്രോ ഫാരഡുകൾ മുതൽ നൂറുകണക്കിന് മൈക്രോ ഫാരഡുകൾ വരെയുള്ള വിശാലമായ കപ്പാസിറ്റൻസ് റേഞ്ചുകളിൽ SMD ടാൻറ്റലം കപ്പാസിറ്ററുകൾ ലഭ്യമാണ്. SMD ടാൻറ്റലം കപ്പാസിറ്ററുകളിലെ മാർക്കിങ്ങുകളിൽ സാധാരണയായി 3 അക്കങ്ങൾ ഉൾക്കൊള്ളുന്നു. ആദ്യത്തെ 2 എണ്ണം സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളാണ്. മൂന്നാമത്തേത് മൾട്ടിപ്ലയറാണ്. വാല്യൂകൾ പൈക്കോ ഫാരഡിലാണ്. അതിനാൽ കാണിച്ചിരിക്കുന്ന SMD ടാൻറ്റലം കപ്പാസിറ്ററിന് 47 × 10⁵ പൈക്കോ ഫാരഡിൻ്റെ വാല്യൂ ഉണ്ട്. അതായത് 4.7 മൈക്രോ ഫാരഡ്.
SMD ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്ററുകളിൽ സാധാരണ ഇലക്ട്രോലൈറ്റ് സോക്ക്ഡ് പേപ്പർ അല്ലെങ്കിൽ പോളിമർ കൊണ്ടുള്ള ഒരു ലെയറിനാൽ വേർതിരിച്ച 2 അലൂമിനിയം ഫോയിൽ ഇലക്ട്രോഡുകൾ അടങ്ങിയിരിക്കുന്നു. ഏതാനും മൈക്രോഫാരഡുകൾ മുതൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് മൈക്രോഫാരഡുകൾ വരെയുള്ള വിശാലമായ കപ്പാസിറ്റൻസ് വാല്യൂ റേഞ്ചിൽ SMD ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ ലഭ്യമാണ്. SMD ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററുകൾ പോളറൈസ്ഡ് കോമ്പോണന്റുകളാണ്. അതായത് ശരിയായ പ്രവർത്തനത്തിനായി അവയ്ക്ക് ഒരു പ്രത്യേക ഓറിയന്റേഷൻ ഉണ്ട്. കപ്പാസിറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലിന്റെ ദൃശ്യസൂചകമായി ബ്ലാക്ക് മാർക്ക് പ്രവർത്തിക്കുന്നു. നെഗറ്റീവ് ടെർമിനൽ PCBയിലെ നെഗറ്റീവ് പാഡുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഇത് ഉറപ്പാക്കുന്നു. ശ്രദ്ധേയമായ കാര്യം എതിർവശത്തുള്ള മറ്റേ ടെർമിനൽ പോസിറ്റീവ് ആണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ കപ്പാസിറ്റൻസ് വാല്യൂവും ഓപ്പറേറ്റിംഗ് വോൾട്ടേജും കപ്പാസിറ്ററിന്റെ മുകളിൽ സൂചിപ്പിക്കും. ഈ വീഡിയോയിൽ 2 ടെർമിനൽ SMD കോമ്പോണന്റുകളായ റെസിസ്റ്ററും കപ്പാസിറ്ററുകളും എങ്ങനെ തിരിച്ചറിയാമെന്നും അവയുടെ വാല്യൂ എങ്ങനെ കണ്ടെത്താമെന്നും നമ്മൾ ചർച്ച ചെയ്തു. ഇതോടെ ഭാഗം 1 അവസാനിപ്പിക്കുന്നു. നമുക്കിനി ഭാഗം 2 കാണാം.